വൈസ് ചാൻസലർ തർക്കത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക് ഭവനിൽ നടന്ന ചർച്ച 15 മിനിറ്റോളം നീണ്ടുനിന്നു. വിവരങ്ങളുമായി MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് ഈവനിംഗ്. വൈസ് ചാൻസലർ തർക്കത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്? ക്രിസ്റ്റീന, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC-മാരുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇപ്പോഴും തുടരുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോഴും സമവായത്തിൽ എത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ലോക് ഭവനിലെത്തി മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. 15 മിനിറ്റോളമാണ് കൂടിക്കാഴ്ച നീണ്ടത്. ഈ കൂടിക്കാഴ്ചയിൽ എന്ത് തീരുമാനമുണ്ടായി അല്ലെങ്കിൽ സമവായം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായി വ്യക്തത വന്നിട്ടില്ല. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് VC-ആയി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് സജി ഗോപിനാഥിന്റെ പേരാണ്. ഇത് ഒരു തരത്തിലും ഗവർണർ അംഗീകരിച്ചിട്ടില്ല. ഒപ്പം സാങ്കേതിക സർവകലാശാലയിലേക്ക് ഗവർണർ തിരഞ്ഞെടുത്ത സിസ തോമസിന്റെ നിയമനവും മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ല. ഇതാണ് പ്രധാനമായും തർക്കമായി നിലനിൽക്കുന്നത്. ഈ ഗവർണറും മുഖ്യമന്ത്രിയും കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയെങ്കിലും മുഖ്യമന്ത്രി എവിടെ എന്ന ചോദ്യമാണ് ഗവർണർ ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഒരു സമവായ നീക്കവുമായി ഇപ്പോൾ ലോക് ഭവനെ സമീപിച്ചിട്ടുള്ളത്. ഈ അധികം വൈകാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഈ നിയമനം നടത്തുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് സുപ്രീം കോടതിയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഇത് എത്രയും വേഗം പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. ഇന്ന് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ച സമവായ നീക്കം ഗവർണർ അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ സ്ഥിരീകരണം വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ക്രിസ്റ്റീന, ശരി, എന്തായാലും മഞ്ഞുരുകുമോ എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് നമ്മൾ നോക്കുകയാണ്. വിവരങ്ങളുമായി ചേർന്നത് MG പ്രതീഷാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.